ഗീതാഞ്ജലിയിൽ ഗോത്രായനം പദ്ധതി ആരംഭിച്ചു. കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയിൽ ഗോത്രായനം പ്രൊജക്ടിന് തുടക്കമായി. തിരുവനന്തപുരം ലയൺസ് ഇന്റർനാഷണലും കെൽട്രോണും കോട്ടൂർ ഗീതാഞ്ജലിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദിവാസികൾ ഉൾപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 7.75 ലക്ഷം രൂപയാണ് കെൽട്രോൺ സഹായമായി ഉൾപ്പെടുത്തിയതെങ്കിലും ആകെ 13 ലക്ഷം രൂപ ചെലവാക്കിയതായി ലയൺസ് ക്ലബ് പറയുന്നു. പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ പഠന കേന്ദ്രം, സ്മാർട്ട് ക്ലാസ് റൂം, 5 കിലോവാട്ട് സോളാർ പ്ലാന്റ്, എയർ കണ്ടീഷണർ റൂം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിക്കുന്നത്. ലയൺസ് ശ്രീവിദ്യ മങ്ങാട് സ്വാഗതം ആശംസിച്ചു. പ്രൊജക്ട് ചെയർമാൻ വി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അരുവിക്കര MLA G സ്റ്റീഫൻ നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ശ്രീതികയും 5 കിലോവാട്ട് സോളാർ വൈദ്യുതി നിലയത്തിന്റെ ഉദ്ഘാടനം കെൽട്രോൺ ചെയർമാൻ N നാരായണമൂർത്തിയും നിർവഹിച്ചു. എയർ കണ്ടീഷനുകൾ ലയൺ ജെയിൻ C ജോബ് സ്വിച്ച് ഓൺ ചെയ്തു. ബ്ലോക്ക് മെമ്പർ P രമേശ്, ബാങ്ക് ബോർഡ് മെമ്പർ കോട്ടൂർ ജയചന്ദ്രൻ, N വേലുക്കുട്ടി തുടങ്ങിയവരും ഗ്രന്ഥശാല പ്രവർത്തകരും പങ്കെടുത്തു. ഗീതാഞ്ജലിയുടെ ഡയറക്ടർ ഡോക്ടർ VS ജയകുമാർ നന്ദി പറഞ്ഞു.